ഇതുണ്ടല്ലോ, ഇത് ഹാൻസി ഫ്ലിക്കിന് അയച്ചു കൊടുത്തു. ഇത് ഹാൻസി ഫ്ലിക്കിനോട് ചോദിക്കാനുള്ളത്, എടാ ഹാൻസി ഫ്ലിക്കെ, നിങ്ങളെ കളിയിൽ എത്ര നന്നായി കളിച്ചെങ്കിലും അപ്പോൾ ഒരു ഊള ഗോൾ വാങ്ങും. ആ ഊള ഗോളിൽ നമ്മൾ തോക്കുകയും ചെയ്യും. 2 ഗോൾ അടിച്ചിട്ട് 2-2 നിൽക്കുന്ന സമയത്ത് ഈ എങ്ങനെയുള്ള അവരോട് പോയിട്ട് ഇനി ഹൈലൈറ്റ് ഡിഫൻസ് കളിക്കാൻ പറഞ്ഞേ? അത് എന്ത് പരിപാടിയാണോ? അത് എങ്ങനെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക? എനിക്ക് തിരിഞ്ഞു മറിഞ്ഞോ മനസ്സമാധാനം കിട്ടുന്നില്ല. 2 ലെഗുമായിട്ട് ഫുൾ സമനില നിൽക്കുമ്പോൾ നിങ്ങൾ ഒടുക്കത്തെ ഒരു കോപ്പിൽ ഹൈലൈന് ഈ ബാഡ്ജ് ഉണ്ടോ 10-15 കൊല്ലമായി സപ്പോർട്ട് ചെയ്യുന്നത്. എപ്പോഴും എന്തെങ്കിലുമായിട്ട് എന്തൊക്കെയായിട്ട് കഴിച്ചിടാന്ന് നമ്മളാണ്. നിങ്ങൾ വന്ന മുതൽ എങ്ങനെ നന്നായിട്ട് കളിച്ചെങ്കിലും ഒരു ഊള ഗോൾ വാങ്ങും. ആ ഊള ഗോളിൽ തോക്കും. അത് ഒരു ഗോളാട്ടോ, ഒരു ഊള ഗോൾ നമ്മൾ തോക്കും. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ടുള്ള പരിപാടി തന്നെയാണ്. അതിന് ചത്തെല്ലാം മരിച്ച് കളിച്ചാലും നിങ്ങളെ ഊള ഗോൾ നമ്മൾ തോക്കും. എടോ 2-0 ജയിച്ച് നിൽക്കുന്ന നമുക്ക് വീണ്ടും ഹൈലൈറ്റ് ഡിഫൻസ് കളിച്ചിട്ട് ഒരു ഗോൾ കൺസിഡർ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതൊന്നും നിങ്ങളുടെ പുസ്തകത്തിൽ, ഈ കോച്ചിങ്ങിൻ്റെ പുസ്തകത്തിൽ ഇതൊന്നും ഇല്ലേ? ഇനിയുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ബാർസലോണ ബോർഡിൽ നിങ്ങളോട് ആർക്കും ഇത് പറയാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് പറയാത്തണമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിലവിൽ നമ്മളെ ടീമിൽ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ കളിക്കാൻ ഉദ്ദേശിക്കുന്ന ഹൈ ലൈൻ ഡിഫൻസ് കളിക്കാനുള്ള പ്ലേയേഴ്സ് ഇല്ല. നിങ്ങൾ മനസ്സിലാക്കാം, നമ്മളെ ഡിഫൻസ് എല്ലാം സ്ലോ ആണ്. ഓക്കെ, നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ ശമ്പളം വാങ്ങുന്നുണ്ട്, കോടി ലക്ഷങ്ങൾ വാങ്ങുന്നുണ്ട്. ഞങ്ങൾ 2 ദിവസത്തെ ഉറക്കെ പോയി, ഞങ്ങൾ 2 ദിവസത്തെ കറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ എങ്ങനെ നാളെ എങ്ങനെ പഠിക്കുമോ? അത് ഓർക്കുമ്പോഴുണ്ടല്ലോ ഹൈലൈൻ ഡിഫൻസ്. വിസ്ക ബാർസ, വിസ്ക കാറ്റലോണിയ.